ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് സാധാരണ വാട്സപ്പിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഫീച്ചറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റു പലർക്കും കുറച്ച് വൈകിട്ടായിരിക്കും വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ് ഫീച്ചറുകളൊക്കെ നമ്മുടെ വാട്സപ്പിൽ ലഭിക്കുക. എങ്കിൽ വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ പുതിയ സെറ്റിങ്സ് വന്നിട്ടുണ്ട്. ഈ സെറ്റിങ്സ് നമ്മുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ വരുന്ന എല്ലാ പുതിയ അപ്ഡേറ്റ് ഫീച്ചറുകളും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ വാട്സപ്പിലെ ഈ ഒരു പുതിയ അപ്ഡേറ്റാണ് ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുക. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനെ ആദ്യം നമ്മുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ട് മെനു ബാർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇവിടെ മെനു ബാറിൽ താഴെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന ഭാഗത്ത് താഴെ ആപ്പ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനൊരു ഭാഗം വരും. ഇവിടെ ആപ്പ് അപ്ഡേറ്റ് സെറ്റിങ്സ് എന്ന ഭാഗത്ത് ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് ഓവർ സെല്ലുലാർ, അതുപോലെ നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗത്ത് വാട്സപ്പ് അപ്ഡേറ്റ് അവൈലബിൾ എന്നിങ്ങനെ 3 സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഈ സെറ്റിങ്സ് ഒക്കെ ഡിസേബിൾ ആയിട്ട് ഓഫ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കണം. ഇതിലിവിടെ ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് സെറ്റിങ്സ് എന്നതിനിടയിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആപ്പ് ഓവർ വൈഫൈ എന്ന് എഴുതിയിട്ട് കാണാം. അതായത് നമ്മുടെ ഡിവൈസിൽ വൈഫൈ ഉപയോഗിച്ചാണ് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ് ഫീച്ചറുകളൊക്കെ വരുമ്പോൾ നമ്മുടെ വാട്സപ്പിലും പുതിയ അപ്ഡേറ്റ് ഫീച്ചർ ഓട്ടോമാറ്റിക്കായി പെട്ടെന്ന് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ലഭിക്കാനായിട്ട് ഈ ഒരു സെറ്റിങ്സിൻ്റെ സൈഡിൽ കാണുന്ന ഒരു എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്യുക. അതുപോലെ അതിൻ്റെ താഴെ അപ്ഡേറ്റ് വാട്സപ്പ് ഓവർ സെല്ലുലാർ എന്ന സെറ്റിങ്സിൻ്റെ അടിയിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആപ്പ് ഓവർ സെല്ലുലാർ എന്ന് എഴുതി കാണാം. അതായത് നമ്മുടെ ഡിവൈസിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ് ഫീച്ചറുകളൊക്കെ വരുമ്പോൾ നമ്മുടെ വാട്സപ്പിലും പുതിയ അപ്ഡേറ്റ് ഫീച്ചറുകൾ ഓട്ടോമാറ്റിക്കായി പെട്ടെന്ന് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ലഭിക്കാനായിട്ട് ഈ ഒരു സെറ്റിങ്സിൻ്റെ സൈഡിൽ കാണുന്ന ഒരു എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്യുക. അപ്പോൾ വാട്സപ്പിൽ ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് അതുപോലെ അപ്ഡേറ്റ് വാട്സപ്പ് ഓവർ സെല്ലുലാർ ഈ 2 സെറ്റിങ്സും നമ്മൾ ഇതേപോലെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ വരുന്ന എല്ലാ പുതിയ അപ്ഡേറ്റ് ഫീച്ചറുകളും നമ്മുടെ വാട്സപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗത്ത് ഇതിലൂടെ വാട്സപ്പ് അപ്ഡേറ്റ് അവൈലബിൾ എന്ന സെറ്റിങ്സിൻ്റെ അടിയിൽ ഗെറ്റ് നോട്ടിഫൈഡ് വെൻ അപ്ഡേറ്റ് ആർ അവൈലബിൾ എന്ന് എഴുതിയിട്ട് കാണാം. അതായത് വാട്സപ്പിൽ വരുന്ന എല്ലാ പുതിയ അപ്ഡേറ്റ് ഫീച്ചറും നമ്മുടെ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സെറ്റിങ്സ് നമ്മുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഡിസേബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയും സെറ്റിങ്സ് നമ്മൾ ഇവിടെ വാട്സപ്പിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ വരുന്ന എല്ലാ പുതിയ അപ്ഡേറ്റ് ഫീച്ചറുകളും നമ്മുടെ വാട്സപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം വാട്സപ്പിൽ വരുന്ന എല്ലാ പുതിയ അപ്ഡേറ്റ് ഫീച്ചറുകളും നമ്മുടെ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ് ഫീച്ചറുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്